എല്ലാവർക്കും ബിങ്കോ ഫുഡീസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കാളനാണ്, ചക്കക്കുരു കാളൻ. നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചക്കക്കുരുവിൻ്റെ പുറന്തോലി മാത്രം കളഞ്ഞ് രണ്ടായി കീറി വെച്ചിട്ടുണ്ട്. തൈര്, അരപ്പിനായി തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 2 ചെറുള്ളി, അല്പം ജീരകം, 2 പച്ചമുളക്, കരിവേപ്പില. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഇതിൽ ചക്കക്കുരുവും ഒരു പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേവ് കുറവുള്ള ചക്കക്കുരുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ വേവിച്ചാൽ മതി. അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ചക്കക്കുരു ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അരപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് തിളപ്പിക്കാം. നമ്മൾ ചക്കക്കുരു അരിപ്പ് ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അരപ്പ് അടിയിലൊന്നും പിടിക്കാതെ. ഞാൻ ഇതിന് ഒരു അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല പാകമായി വന്നിട്ടുണ്ട്. നമ്മളിനി ലോ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഞാൻ എടുത്ത തൈര് മുഴുവനും ഒഴിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ഹാഫ് ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിത്ര മതി ആവശ്യത്തിന്. ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി ചാറ് കൂടാൻ പാടില്ല. നല്ലൊരു കുഴമ്പം പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ കറി ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടായി കിട്ടണം. അത് കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പുറത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കടുക്. ഇത് പൊട്ടി വരും, നല്ല ചൂടായിരിക്കും കേട്ടോ. അതാ ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിൽ വെക്കാൻ ഓർക്കണം കേട്ടോ. ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞ് ഞാനിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി അല്പം ചേർക്കുകയാണ്. കടുക് വറുത്തിട്ടു. എന്ത് ഭംഗിയല്ലേ കാണാൻ ആ മുളക് പൊടിയുടെ കളറും കൂടി ആയപ്പോൾ. കിടുവായില്ലേ നമ്മുടെ ചക്കക്കുരു കാളൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.